അനീഷിനെ ലാലേട്ടൻ എഴുന്നേപ്പിച്ച് നിർത്തിയിട്ട് സ്നേഹത്തിൻ്റെ ശക്തി ഭയങ്കരമാണ് അനീഷേ എന്ന് ലാലേട്ടൻ പറയുന്നു. ഒരു തവണ കൂടി ഷാനവാസിൻ്റെ അടുത്തത് പറയാമോ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ റിയാസിന് ഒരു സീക്രട്ട് ടാസ്ക് കൊടുത്തിരുന്നല്ലോ, അതായത് ഐ ലവ് യു മൈ ഡിയർ ഫ്രണ്ട് എന്ന് ഷാനവാസിൻ്റെ അടുത്ത് അനീഷിനെ കൊണ്ട് പറയിപ്പിക്കുക എന്നൊരു ടാസ്ക് റിയാസിന് കൊടുത്തിരുന്നു. റിയാസ് അത് കൃത്യമായിട്ട് തന്നെ അനീഷിനെ കൊണ്ട് ഷാനവാസിൻ്റെ അടുത്ത് ആ ഒരു ഡയലോഗ് പറയിപ്പിക്കുകയും ചെയ്തു. ചിലപ്പോൾ ആ ഒരു ഡയലോഗ് ആയിരിക്കാം ലാലേട്ടൻ അനീഷിൻ്റെ അടുത്ത് ഒന്നുകൂടെ പറയാമോ, ഷാനവാസിൻ്റെ അടുത്ത് പറയാമോ എന്ന് ചോദിക്കുന്നത്. ഷാനവാസിൻ്റെയും അനീഷിൻ്റെയും ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇത്രയും ഒരു ബോണ്ട് ആകാൻ കാരണം എനിക്ക് തോന്നുന്നു ലാലേട്ടൻ തന്നെയാണ്. ലാലേട്ടൻ വന്ന മിക്ക എപ്പിസോഡിലും തന്നെ ഇവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പരാമർശിക്കാറുണ്ട്. ഷാനവാസ് എപ്പോഴും തന്നെ അനീഷ് എൻ്റെ സുഹൃത്താണ്, അനീഷിന് എന്നെയും ഇഷ്ടമാണ് എന്ന് പലപ്പോഴായി ലാലേട്ടൻ്റെ മുൻപിൽ വെച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. അനീഷ് പക്ഷേ അത് സമ്മതിക്കാൻ ആദ്യമൊക്കെ ഒരു മടി ഉണ്ടായിരുന്നു. എനിക്ക് ഷാനവാസിനെ ഇഷ്ടമാണ്, ഷാനവാസ് എൻ്റെ ഒരു ഫ്രണ്ടാണ് എന്ന് പറയാൻ അനീഷിന് ഒരു മടി ഉണ്ടായിരുന്നു. പക്ഷേ ലാലേട്ടൻ തന്നെ അത് പറഞ്ഞു, അനീഷേ അങ്ങനെ ഫ്രണ്ട്ഷിപ്പൊക്കെ നല്ലതല്ലേ എന്ന് ലാലേട്ടൻ തന്നെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് പ്രോത്സാഹിപ്പിക്കുന്നത് കണ്ടപ്പോൾ അനീഷും പിന്നെ ആ ഒരു ഡീപ്പ് ഫ്രണ്ട്ഷിപ്പിലേക്ക് അങ്ങ് പോയി. ഇപ്പോൾ നിലവിലെ അവിടുത്തെ ഏറ്റവും ഒരു ബെസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് ഉള്ള രണ്ട് പേര് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഷാനവാസും അനീഷും തന്നെയാണ് എന്ന് പറയേണ്ടി വരും. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അത്രയും മനോഹരമായിട്ട് നിലനിന്ന് പോകാൻ കാരണമായതും ലാലേട്ടൻ തന്നെയാണ് എന്ന് നമുക്ക് കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഇന്നത്തെ പ്രൊമോയിലാണ് ഇതൊക്കെ കാണിച്ചിരിക്കുന്നത്. മാത്രമല്ല ജിസേലിൻ്റെ അടുത്തും കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നു. എന്തായാലും നമുക്കത് ലൈവിൽ കണ്ടു തന്നെ അറിയാം. കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ